വലിയ പ്രയാസത്തോടുകൂടെയും അതിലേറെ സങ്കടത്തോടുകൂടെയും ഓർക്കുവാനും കാണുവാനും കേൾക്കുവാനും ആഗ്രഹിക്കാത്ത വിധം പ്രയാസകരമായ ദുരന്തഭൂമി നമ്മൾ നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യവും നമ്മളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത വിധം വളരെ ദാരുണമായ, അതിലേറെ ഭീകരമായ രൂപത്തിൽ പ്രകൃതി താണ്ഡവമാടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വയനാട്, മലപ്പുറം ജില്ലകളുടെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതിൻ്റെയൊക്കെ ചെറിയ തോതിൽ നമ്മുടെ ജില്ലകളിലും അനുബന്ധമായ പ്രദേശങ്ങളിലുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വ്യക്തമായ സത്യമാണ്. മനുഷ്യനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു. നീ എത്ര വളർന്നാലും, നീ അതെല്ലാം കീഴടക്കി എന്ന് പറയുമ്പോഴും, നീ എവിടെയെല്ലാം എത്തിപ്പെട്ടു എന്ന് നീ അവകാശപ്പെടുമ്പോഴും, നീ വെറും ബലഹീനനാണ് എന്ന് വീണ്ടും വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെല്ലാം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ കഴിവുള്ളവരാണ് നമ്മൾ മനുഷ്യരെന്ന് അവകാശപ്പെടുമ്പോൾ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ശക്തവാനായ റബ്ബിൻ്റെ നിയമമുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് മനുഷ്യനെ കൂട്ടുകയാണ്. പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച ഒരു നാടിനെ 400ഓളം വരുന്ന വീടുകൾ വിവിധങ്ങളായ മതത്തിൽ വിശ്വസിക്കുന്ന, വിവിധ സംസ്കാരങ്ങളുടെ ഭാഗങ്ങളായി ചേർന്നിരുന്ന പലരും ഒത്തുകൂടിയ ഒരു പ്രദേശത്തെ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ശക്തമായ മഴയിലും ശക്തമായ മണ്ണൊലിപ്പിലും ആകെയങ്ങ് തുടച്ചു മാറ്റി. ഇനി വെറും 29-30 വീടുകൾ മാത്രമാണ് ഈ 400 വീടുകളിൽ ബാക്കിയുള്ളത്. അതിൽ മരണപ്പെട്ടവരുടെ അവസ്ഥകളാണെങ്കിൽ വളരെ ദാരുണവും അതിഭീകരവുമാണ്. കാണുന്ന നമുക്കൊരിക്കലും ജീവിതത്തിൽ ഇനി ഇങ്ങനത്തെ ഒരു കാഴ്ച വേണ്ട എന്ന് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് നമ്മുടെ മനസ്സ് പറയുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത്. പല മനുഷ്യരുടെയും തലയില്ലാത്ത മയ്യത്തുകൾ, ഒരുപാട് കാലുകൾ മാത്രം, കൈകൾ മാത്രം, ഉടലുകൾ മാത്രം, ഇങ്ങനെ ചേതനയറ്റ ഒരുപാട് മനുഷ്യ മക്കളുടെ മയ്യത്തുകൾ ദിവസങ്ങളോളം മണ്ണിലും വെള്ളത്തിലുമായി വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട ആ വെള്ളത്തിൻ്റെ പാച്ചിൽ 56 കിലോമീറ്റർ കഴിഞ്ഞ് കലങ്ങി ഒഴുകുന്ന ചാലിയാറിലേക്ക് മയ്യത്തുകളുമായി കടന്നു വരാൻ മാത്രം ഭീകരമായിരുന്നു അതിൻ്റെ രംഗങ്ങൾ എന്ന് നമ്മളെ വിളിച്ചോതുകയാണ്. എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു ചിന്തയുണ്ട്. ഇത്രയേറെ വലിയ ദുരന്തങ്ങൾ, 400-ൽ പരം ആളുകളുടെ മിസ്സിങ്ങിൽ, വളരെ 300ഓളം വരുന്ന മയ്യത്തുകളും 300-ൽ പരം വരുന്ന മയ്യത്തുകളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. ഇനിയും ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. രക്ഷപ്പെട്ടവർ തന്നെ വളരെ പ്രയാസകരമായ അന്തരീക്ഷത്തിലൂടെ, ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നവർ, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരൊറ്റ രാത്രിയിൽ ഒരുപാട് സ്വപ്നങ്ങളെ, ഒരുപാട് ആഗ്രഹങ്ങളെ, ഒരുപാട് വേവലാതികളെ, ഒരുപാട് സങ്കടങ്ങളെ ഒന്നിനും വക കൊടുക്കാതെ എല്ലാം അങ്ങ് തുടച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കമാരെ, ഇങ്ങനൊരു ദുരന്ത മുഖത്തിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ചില ചിന്തകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറയുന്നത്, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സൂറത്ത് തൗബയുടെ ഒരായത്താണിത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ്,
അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ലോകത്ത് നടപ്പിൽ വരുന്നത്. അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്, അള്ളാഹുവിൻ്റെ വേണ്ടുകകളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ റബ്ബിനെ മറക്കാതെ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തിരിക്കേണ്ടത് റബ്ബിലേക്കാണ്. നിങ്ങൾ വരമേൽപ്പിക്കേണ്ടതും നിങ്ങളുടെ നിയമചട്ടക്കൂടങ്ങൾ നിങ്ങൾ നിർമ്മിക്കേണ്ടതും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തെര്യപ്പെടുത്തേണ്ടതും ആ റബ്ബിലൂടെയായിരിക്കണമെന്ന് റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലേക്ക് മടങ്ങണം. നമ്മൾ ദുരന്തത്തിൻ്റെ മുഖത്തിരിക്കുമ്പോൾ നമ്മളോട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. പ്രധാനമായും നിങ്ങൾ ഉൾക്കൊള്ളേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇസ്തിഗ്ഫാറാണ്, രണ്ടാമത് ഇസ്തിആനത്താണ്. നിങ്ങളെ പരസ്പരം സഹായിക്കാനും ആളുകളെ പരസ്പരം സഹായിക്കാനും നിങ്ങളുടെ പാപങ്ങളെ പൊറുപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദുരന്ത ഭൂമിയെ നോക്കിക്കാണേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുരന്തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ചിന്തിക്കുവാനാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനാണ്. നമ്മളെപ്പോലെ ജീവിച്ച മനുഷ്യന്മാരാണവര്, നമ്മളെപ്പോലെ ആഗ്രഹിച്ച മനുഷ്യന്മാരാണവര്, നമ്മളെപ്പോലെ ഒരുപാട് സ്വപ്നം കണ്ടവരാണവര്. അവരിന്ന് ലോകത്ത് ജീവനോടെ ഇല്ല എന്ന് നമ്മുടെ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഇതുപോലെ നമുക്കും വന്നേക്കാം. റബ്ബിൻ്റെ തീരുമാനം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അതിൽ മരണപ്പെട്ടവരുടെ അവസ്ഥകൾ അള്ളാഹുവിൻ്റെ ഹബീബ് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്. അവര് ആ ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ നാളെ മഹ്ശറയിൽ അവർ ശുഹദാക്കളാണ്. അവരുടെ പാപങ്ങളൊക്കെ അല്ലാഹു ആ ദുരന്തം കാരണമായി പൊറുക്കപ്പെട്ടവരായി നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. അവർ സുവലോക സ്വർഗത്തിൻ്റെ അവകാശികളുമാണ്. അല്ലാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് ശുഹദാഇന്റെ സ്ഥാനം നൽകി സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ഈ അഹങ്കാരവും ഈ അഹന്തതയും ഈ തൊട്ടുകൂടായ്മയും ഈ വേണ്ടാത്ത സ്വഭാവങ്ങളും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങളും അതൊക്കെ ഒന്ന് നിർത്തിവെക്കാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടാൻ. ഓരോ ദുരന്തങ്ങളിലൂടെയും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ ബലഹീനനായിട്ടാണ്. നീ എവിടെ എത്തിയിട്ടില്ല, നീ ഒന്നുമല്ല, നീ എവിടെയും എത്തിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്താണ്. ആ വലിയ സത്യത്തിൻ്റെ അകക്കാമ്പിലേക്ക് മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യന്റെ ഈമാനിനെ വഴി നടത്തുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യുന്നത്. അത് നടത്താൻ അള്ളാഹു ശ്രമിക്കുമ്പോൾ നടക്കാതെ പോയാൽ നമ്മുടെ അന്ത്യവും നമ്മുടെ അന്ത്യശേഷമുള്ള നമ്മുടെ മരണശേഷമുള്ള ജീവിതവും ദുർഘടമായ ലോകത്തേക്കാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹിൻ്റെ ഹബീബ് അങ്ങനെയാണ് ലോകത്തെ പഠിപ്പിച്ചത്. മഴ വരുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സന്തോഷത്തോടുകൂടെ പറഞ്ഞിരുന്നു, മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് മഴ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. എന്നാൽ ആ മഴയുടെ മുമ്പെങ്ങാനും ഒരു കാറ്റടിച്ചു വീശിയാൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുഖം ചുവന്നു പോയി. അവിടുത്തെ മുഖത്ത് ആ വിയവരാതിയും ആ ഭീകരതയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥനയോടുകൂടെ നിൽക്കും, അല്ലാഹുവേ, ഈ സമുദായത്തിൻ്റെ ഈ മനുഷ്യ മക്കളുടെ പാപങ്ങൾ കാരണമായി പ്രകൃതിയെ പ്രതികൂലമായി ഞങ്ങളെ ശിക്ഷിക്കുന്നൊരു ലോകത്തേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കല്ല എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്ന പരിശുദ്ധ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മനുഷ്യ, നിന്റെ പാപങ്ങൾ കൂമ്പാരം കൂടുമ്പോ, നമ്മുടെ തോന്നിവാസങ്ങൾ കൂമ്പാരം കൂടുമ്പോ, നമ്മുടെ വേണ്ടാത്തരങ്ങളെ അനിയന്ത്രിതമായി വർദ്ധിക്കുമ്പോ അള്ളാഹു നമ്മളെ വിവിധങ്ങളായ രൂപത്തിൽ പരീക്ഷണ വിധേയമാക്കും. വിവിധങ്ങളായ രൂപത്തിൽ നമ്മളെ നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നമ്മളെ
ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടി അള്ളാഹു പല ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തന്നേക്കാം. പക്ഷേ ആ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ നമുക്ക് കൽബകത്തുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ മാറാൻ, ഇതൊക്കെ മാറുമ്പോൾ നമ്മുടെ തോന്നിവാസങ്ങൾ അവസാനിപ്പിക്കാൻ, നമ്മൾ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വേണ്ടാത്തരങ്ങളെ വേണ്ടാന്ന് വെക്കാൻ എന്തെല്ലാമാണ് നമ്മൾ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനും ഹബീബിനും നിരക്കാത്ത ഒരുപാട് പ്രവർത്തനങ്ങളും വാക്കുകളും ചിന്തകളും ചിന്താധാരകളും നമ്മളിലൂടെ ഇങ്ങനെ ഒഴുകാൻ, അണപൊട്ടി ഒഴുകാൻ. നമുക്കതൊന്നും വിഷയമല്ല, നമ്മളിതൊക്കെ മറക്കാൻ. എന്തേ ഒരു പ്രളയത്തിന് ശേഷം വീണ്ടും ഒരു പ്രളയം വന്നു, വീണ്ടും ഒരു മഹാമാരി വന്നു, വീണ്ടും ഒരു രോഗം വന്നു, വീണ്ടും ഇതാ ദുരന്തങ്ങൾ ആവർത്തിച്ച് വരുന്നു. ഓരോ വർഷം കഴിയുമ്പോൾ നമ്മളതങ്ങനെ മറന്നു പോവാൻ, നമ്മളതിൻ്റെ ഭീകരതയും അതിൻ്റെ തീവ്രതയൊക്കെ നമ്മൾ മറന്നു പോവാൻ. അപ്പോഴും നമ്മൾ കൂട്ടിപ്പിടിക്കുന്നത് നമ്മുടെ പാപഭംഗിലമായ ജീവിതത്തെയാണ്, നമ്മുടെ പാപങ്ങളെയാണ്. നമ്മളത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തോന്നിവാസങ്ങൾ, കള്ളുകുടിയൻ്റെ കള്ളുകുടി മാറ്റാൻ കഴിയുന്നില്ല, വ്യഭിചാരിയുടെ വ്യഭിചാരം മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല, കള്ളൻ്റെ കളവ് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല, കൊള്ളക്കാരൻ്റെ അരുതായ്മകൾ കൊള്ളത്തരങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല, പാവപ്പെട്ടവൻ്റെ അവകാശ ധ്വംസനങ്ങള് അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കാൻ, അതിൽ നിന്ന് പിന്മാറാൻ മനുഷ്യൻ തയ്യാറാവുന്നില്ല. വീണ്ടും ആ കളത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവാൻ. അപ്പൊ പിന്നെ റബ്ബിന്റെ പരീക്ഷണങ്ങൾ അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. അള്ളാഹു അങ്ങനെയാണ് നമ്മളെ പലപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ മനുഷ്യർ രക്ഷപ്പെടട്ടെ, അവൻ ചിന്തിക്കട്ടെ, അവൻ മനസ്സിൽ ഈമാന് കൊണ്ട് നടക്കട്ടെ, അവൻ്റെ വേണ്ടാത്തരങ്ങൾ ഒഴിവാക്കട്ടെ എന്ന് റബ്ബ് തീരുമാനിച്ചതാണ്. ഒരു നിലക്ക് പറഞ്ഞാൽ റബ്ബിൻ്റെ സ്നേഹത്തിൻ്റെ തലോടൽ കൂടിയാണ്. ഒരു ഉമ്മ മകനെ വേണ്ടാത്തരങ്ങൾ കാണുമ്പോൾ ശാസിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു തല്ല് കൊടുക്കുന്ന പോലെ ഒരിക്കലും ഒരു മാതാവിന് തൻ്റെ മകൻ പ്രയാസപ്പെടണമെന്ന് ആഗ്രഹമില്ല. ഒരിക്കലും തൻ്റെ മകൻ തൻ്റെ അടിയേറ്റുകൊണ്ട് വീണുപോകണമെന്ന് ആഗ്രഹമില്ല മാതാവിന്. എന്നാൽ ആ മാതാവിനേക്കാൾ കാരുണ്യവാനാണ് നിങ്ങളുടെ യജമാനനായ റബ്ബ്. നിങ്ങൾ ഒരിക്കലും വീണുപോകരുത്, നരകാഗ്നിയിൽ പതിക്കരുത്, നിങ്ങൾ അപകടത്തിലേക്ക് കൂപ്പുകുത്തരുത് എന്നാഗ്രഹിക്കുന്ന കാരുണ്യവാനായ സ്നേഹനിധിയായ റബ്ബ്, നിന്റെ രക്ഷിതാവായ റബ്ബ് നിന്നെ നന്മയിലേക്ക് കൂട്ടാനാണ്, നിന്നെ ഓർമ്മിപ്പിക്കാനാണ്, നിന്നെ ആ ഒരു തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുവാനാണ് ഇതുപോലുള്ള മുഖങ്ങൾ നിന്റെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മയിലേക്ക് മടങ്ങണം. ഇവിടെ നമ്മുടെ ഇസ്തിഗ്ഫാറിലേക്ക് മടങ്ങുക, നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് മനുഷ്യനായി ജീവിക്കുക. മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം, മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രയാസത്തിൽ വീട് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുകളിലേക്ക് വന്നുപെടുന്ന ചളിയും മണ്ണും വന്നുപെട്ട് ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സമയത്തെ ഒരു നിമിഷത്തെ ശ്വാസത്തിന് വേണ്ടി വീർപ്പ് മുട്ടി നിൽക്കുമ്പോൾ നമ്മളെ കൈപിടിക്കാൻ വരുന്നത് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയമായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ ആളുകളായിരിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആദർശത്തിൻ്റെ ആളുകളായിക്കൊള്ളണമെന്നില്ല. അവരൊക്കെ ഒരു മനുഷ്യരാണെന്ന് തിരിച്ചറിയണം. ഇവിടെയാണ് മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും അല്ലെങ്കിൽ സംഘബോധത്തിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനുണ്ട് എന്ന മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരേണ്ടത്. ആ മനുഷ്യത്വമാണ് നമ്മുടെ കൽബിൽ ഉണരേണ്ടത്. അവിടെയാണ് നമ്മുടെ രക്ഷയുടെ കവചം നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റുന്നത്. അവിടെയാണ് നമ്മുടെ രക്ഷയുടെ കവാടം തുറക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ. എല്ലാത്തിൻ്റെയും അപ്പുറത്തേക്ക് എല്ലാം ഇങ്ങനെ വകതിരിഞ്ഞു മാറ്റിയിട്ട് ഒന്നിന് പുറകെ ഒന്നാക്കി വെച്ചിട്ട് മനുഷ്യരെ ഇങ്ങനെ വെട്ടി മുറിച്ച് പരസ്പരം തല്ലിച്ചതക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളെ, അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വർഗീയ കോമരങ്ങളെ
തീവ്രതയുടെ ആശയങ്ങള് അതൊന്നും മനുഷ്യന് ഭൂഷണമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. മതത്തിൻ്റെതായ നിയമങ്ങളിലൂടെ നടക്കണം, ഭാഷയുടേതായ ലോകത്ത് നടക്കണം. എന്നാൽ മനുഷ്യൻ ഒന്നായിട്ട് നടക്കാൻ പഠിക്കണം. മനുഷ്യൻ എന്നും ഒന്നായിട്ട് നടക്കാൻ പഠിക്കണം. അവിടെ ഒരിക്കലും വേർതിരിവിന്റെ ലോകം സൃഷ്ടിക്കരുത്. അവിടെ ഒരിക്കലും ചേരിതിരിവിന്റെ ലോകം സൃഷ്ടിക്കരുത്. അവിടെ വർഗീയതയുടെയും തീവ്രതയുടെയും ലോകം സൃഷ്ടിക്കരുത്. സ്നേഹത്തിന്റെ നൂലിൽ ഒരേപോലെ ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ, ഒരു മുറ്റത്ത് കളിച്ചു വളർന്ന മക്കളെപ്പോലെ തോളോട് തോള് ചേർന്ന് നിൽക്കണം നമ്മള് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിതറേണ്ടവരല്ല. അവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പും നമ്മുടെ നാടിന്റെ നിലനിൽപ്പൊക്കെ. അതാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ തമ്മിൽ തല്ലി ചതച്ചുകൊണ്ട് ചെന്നായ കൂട്ടങ്ങളെ പോലെ ഇവിടെയുള്ള എല്ലാ സാമ്പത്തികമായ സ്രോതസ്സുകളെയും നക്കി തുടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ സംരംഭങ്ങളെയും ഒന്ന് സ്വന്തമായി എല്ലാം ഒരു സ്വാർത്ഥതയുടെ ലോകത്തേക്ക് കൊണ്ടുപോവാൻ സ്വന്തമായിട്ട് മതി, ബാക്കിയുള്ളവരൊക്കെ അങ്ങ് അനുഭവിച്ച് തീരട്ടെ എന്ന മനോഭാവത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്നതെങ്കിൽ വീണ്ടും നമ്മളോട് പറയാണ്, അതിന്റെ പിന്നാലെ നീ പോവണ്ടട്ടോ, നീ മനുഷ്യനായി നടന്നോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അല്ലാഹു നമ്മുടെ കൽബിൽ ബോധം തരട്ടെ. അല്ലാഹു നമ്മുടെ കൽബിലൊക്കെ ബോധം തരട്ടെ. അതുകൊണ്ട് ആ ചിന്ന ഭിന്നമായ ആശയങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും വഴിയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, എത്ര മനുഷ്യന്മാർ. കഴിഞ്ഞ ദിവസം ഓരോരുത്തർ വന്നിട്ട് പറയാൻ, എൻ്റെ അടുത്ത ബന്ധുക്കളാരും എനിക്കിനിയില്ല, ഞാൻ ഒറ്റക്കേ ഉള്ളൂ, വേറെ ആരുമില്ല. എൻ്റെ കുടുംബത്തിൻ്റെ 40 പേര് മരണപ്പെട്ടു. എൻ്റെ കുടുംബത്തിൽ ആകെയുള്ള 15 പേര് പോയി. ഇനി എനിക്ക് കൂട്ടം കുടുംബം എന്ന് പറയാൻ ആരുമില്ല. ചേർത്ത് പിടിക്കാൻ ഇനി എൻ്റെ കുടുംബം എന്ന് പറയാൻ എനിക്കാരുമില്ല. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, പിതാവിനെയും മാതാവിനെയും നഷ്ടപ്പെട്ട പൊന്നുമക്കള്, എത്ര മനുഷ്യ മക്കള്. കണ്ണുനീരോടുകൂടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരുപാട് രംഗങ്ങൾ. അതാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമാധാനം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ആ നഷ്ടപ്പെട്ടതിന് പകരം അതിനേക്കാൾ സുന്ദരമായൊരു ലോകത്തെ നൽകി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ നാടിനെ എല്ലാ ദുരന്തങ്ങളിലും ദുരിതങ്ങളും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മുടെ നാടിൻ്റെയും നമ്മുടെ മാലിന്റെയും പല ഭാഗത്ത് വെള്ളവും മറ്റും കയറിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു താവളത്തിലേക്ക് മാറി എത്ര പ്രയാസമുണ്ട്. അതും വന്യവയോധികരായ മാതാപിതാക്കളെയും കൂട്ടിയിട്ട് എവിടത്തേക്കൊക്കെ അങ്ങനെ പലായനം ചെയ്യാം. എത്രയേറെ പ്രയാസങ്ങൾ. അല്ലാഹു എല്ലാവർക്കും സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നാടിൻ്റെ പ്രയാസവും അല്ലാഹു എത്രയും പെട്ടെന്ന് നീക്കിത്തരട്ടെ. പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ഒഴിവാക്കി അതിനൊക്കെ പ്രത്യുത്തരമായി അവരുടെയും നമ്മുടെയൊക്കെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. സുന്ദരമായ സന്തോഷമുള്ളൊരു ജീവിതം നൽകി അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്നേഹ സഹോദരങ്ങൾ, മരണപ്പെട്ടു പോയ ആളുകൾ, ഇന്നും മയ്യത്ത് കിട്ടാത്തവർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ മയ്യത്തുകൾ വന്ന് കാണുമ്പോഴും അവിചാരിതമായ എൻ്റെ കണ്ണിലും ഞാനും കണ്ടൊരു മയ്യത്തെടുക്കുന്ന രംഗം കണ്ടുപോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോയി, ഇനി ഒരിക്കലും എൻ്റെ കണ്ണുകൊണ്ട് അങ്ങനെ ഒന്ന് കാണിക്കല്ല. കാരണം വെള്ളത്തിൽ കടന്ന് ജീർണിച്ച് കൈയൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോയി, എല്ല് മാത്രമായി, കാലുകളൊക്കെ വെള്ളത്തിൽ കടന്ന് ഒലിച്ചു പോയി, വെറും എല്ലും പോലുമായി. മയ്യത്തുകൾ ഇങ്ങനെ എടുക്കുകയാണ് വെള്ളത്തിന്ന്. അതിശക്തമായ ദുർഗന്ധമുണ്ട്. മനുഷ്യനല്ലേ അങ്ങനെയാണ്, മനുഷ്യന്മാരങ്ങനെയാണ്. അത് കാണുമ്പോഴാണ് നമ്മളൊന്നുമല്ല എന്ന് വിചാരിക്കേണ്ടത്. ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുന്ന രംഗങ്ങളാണത്. അത് നേരിൽ കാണുമ്പോഴാണ് നമ്മളൊന്നും ലോകത്തൊന്നുമല്ല,
എവിടെ എത്തിയിട്ടില്ല. നമ്മളൊന്നും അഹങ്കരിക്കാൻ ഒരു തുരുമ്പിൻ്റെ വില പോലും നമുക്കില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിമിഷം. ഇതൊക്കെ ഓരോ അപ്പന്മാരാണ്, ഓരോ ഉമ്മമാരാണ്, ഓരോ മക്കളാണ്, ഓരോ ആങ്ങളമാരാണ്, ഓരോ പെങ്ങന്മാരാണ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ റബ്ബിലേക്ക് മടങ്ങ. വല്യ തവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ റബ്ബിലേക്ക് തവക്കൽ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുക. രണ്ടാമത്തെ വിഷയം, ഇങ്ങനെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ സഹായിക്കണം. ഭക്ഷണം നൽകാൻ പറ്റുന്നവർ ഭക്ഷണം നൽകണം, പാർപ്പിടം നൽകാൻ പറ്റുന്നവർ പാർപ്പിടം നൽകണം. ഇനി അതിനൊന്നും പറ്റൂലെങ്കിൽ അതിൻ്റെയൊക്കെ കൂടെ നിൽക്കാൻ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മുടെ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നാലോചിച്ച് നോക്കി, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ എല്ലാം പോയി. ഇനി അവിടെ ശാസ്ത്രീയമായ തത്വത്തിൽ 30 വർഷത്തേക്ക് ആ ഭൂമിയിലേക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയമായ തത്വം അതാണ്. ഒരു ഭൂമി മണ്ണിടിച്ചിൽ നടന്ന പ്രദേശമാണെങ്കിൽ ആ ഇടിഞ്ഞുപോയ, ഒലിച്ചുപോയ ആ സ്ഥലം അവിടെ 30 വർഷത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ അത് ഇളകിയ മണ്ണാണ്, എന്തും അപകടം വരാമെന്നാണ്. നോക്കി നിങ്ങൾ, സ്വന്തം പേരിൽ ആധാരമുണ്ടോ? എന്ത് കാര്യമോ? സ്വന്തം പേരിലാണെന്ന് പറഞ്ഞ വീടുകൾ എവിടെ? സ്വന്തമാണെന്ന് പറഞ്ഞ പലരും എവിടെ? അതൊക്കെ മണ്ണിനടിയിലൂടെ അങ്ങ് പോയി. ഇതാണ് മനുഷ്യൻ്റെ കഥ. അതുകൊണ്ട് ആ പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ പഠിക്കണം നമ്മൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഹ്വാന പ്രകാരം ഇന്ന് മസ്ജിദുകളിലൊക്കെ അതിൻ്റേതായ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ നാടിൻ്റെ പല സൈഡുകളിലൊക്കെ പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ അറിയാം. അതുകൊണ്ട് പല ആളുകൾക്കും എത്തിപ്പെടാനൊക്കെ പ്രയാസം ഉണ്ടാകും. പക്ഷേ നിങ്ങളൊന്നും നേരത്തെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എല്ലാ ഇക്കാക്കമാരും, നമുക്കൊക്കെ പ്രയാസമുണ്ട്, നമ്മൾ പല ആൾക്കാരും പല പ്രയാസത്തിലുമാണ്, പലരുടെയും വീടുകൾ വെള്ളത്തിലാണ് എന്നൊക്കെ അറിയാം. നമ്മൾ അതിൻ്റെ ഇടയിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ആ പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ, ആ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മളതിൻ്റെ കളക്ഷൻ നടക്കും. അതിന് വേണ്ടതുപോലെ എല്ലാവരും കണ്ടറിഞ്ഞ് അതിനുവേണ്ടി സഹകരിക്കണമെന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ്